മുല്ലപ്പെരിയാർ വിഷയം ഇപ്പോൾ കേരളത്തിൽ വളരെ സജീവ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. ഈ വിഷയം എത്രയോ ദശാബ്ദങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ മുല്ലപ്പെരിയാർ വിഷയം ഒരു മഴക്കാല രോഗം പോലെയാണ്. മഴ വരുന്ന സമയത്ത് ജൂൺ ജൂലൈ മാസങ്ങളിലും അതുപോലെ തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലുമൊക്കെ പച്ച മലയാളത്തിൽ പറഞ്ഞ ഇടവപ്പാതിയും തുലാവർഷവും വരുമ്പോൾ മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. മുല്ലപ്പെരിയാർ ഡാം അപകട ഭീഷണിയിലാണ് എന്നുള്ളത് ബന്ധപ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് പരിഹരിക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം 1886 999 വർഷത്തേക്കുള്ള ഒരു കരാറാണ് നമ്മുടെ തിരുവിതാംകൂറും അന്നത്തെ മദ്രാസ് പ്രോവിൻസുമായി ചേർന്ന് എടുത്തിട്ടുള്ളത്. ആ കരാർ പ്രകാരം പല ആളുകളും വിചാരിച്ചിരിക്കുന്ന പോലെ ഡാം നമ്മുടേതും തമിഴ്നാടിന് വെള്ളം എന്നുള്ളതുമല്ല. 1000 ഏക്കർ സ്ഥലം പെരിയാർ നദി ചേർന്ന ഇപ്പോഴത്തെ പെരിയാർ കടുവാ സങ്കേതം ഉൾപ്പെടുന്ന തേക്കടി, കുമളി ആ പ്രദേശത്തുള്ള 1000 ഏക്കർ സ്ഥലമാണ് ഈ തമിഴ്നാട് ഗവൺമെൻറ്റുമായി ഒരു കരാറിൽ വെച്ചിട്ടുള്ളത്. ആ പ്രദേശത്ത് നിന്നും വെള്ളം കൊണ്ടുപോകുന്നതിന് വേണ്ടി, തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഈ കരാർ വെച്ചിട്ടുള്ളത്. ശരിക്കും ഡാം തമിഴ്നാടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും കേരളത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരൊന്നും അവിടെ ചെല്ലാനെ കൊണ്ട് അനുവദിക്കാത്തത്. പല ആളുകളും ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ഡാം കെട്ടി തമിഴ്നാട്ടിന് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഇതിന് സമാനമായ ഒരു പ്രശ്നം കർണാടക ഗവൺമെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ്റും തമ്മിലുണ്ടായി. കാവേരി നദി കർണാടകത്തിലൂടെ ഒഴുകി തമിഴ്നാട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിനെ പറ്റി ഒരു തർക്കമുണ്ടായി. വെള്ളം കൊടുക്കാമെന്ന് കർണാടക ഗവൺമെൻറ് സമ്മതിച്ചു. അപ്പോൾ തമിഴ്നാടിൻ്റെ ആദ്യത്തെ ആവശ്യം മുല്ലപ്പെരിയാറിൻ്റെ നല്ല സുഖ അനുഭവത്തിലിരിക്കുകയാണ്. കർണാടകം ഡാം കെട്ടി തമിഴ്നാടിന് വെള്ളം വിട്ടുകൊടുത്തുകൊണ്ടിരിക്കണം എന്നുള്ളത്. പക്ഷേ അവിടെ വെച്ച് കർണാടകം ഒരു കാരണവശാലും അതിന് തയ്യാറായില്ല. വെള്ളം ഒഴുക്കി തരാൻ, നിങ്ങൾ ഡാം കെട്ടി നിങ്ങൾ എടുക്കുക, അതായിരിക്കും പരിഹാരം. അങ്ങനെ ഒടുവിൽ തമിഴ്നാടിന് സമ്മതിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഈ വിഷയം ഒരിക്കലും അവിടെ ഉണ്ടാവില്ല. ഇവിടെ 50 വർഷം ഗ്യാരണ്ടിയുള്ള ഒരു ഡാമാണ് 999 വർഷത്തേക്ക് പാട്ടം കൊടുത്ത വസ്തുവിൽ വെച്ചിരിക്കുന്നത്. അവിടെ നിന്നാണ് തമിഴ്നാട് ടണൽ വഴി വെള്ളം കൊണ്ടുപോകുന്നത്. നമ്മുടെ കേരളത്തിൽ ഇത് വെറും ഒരു വലിയൊരു ഭാരം പേറിക്കൊണ്ട് നിൽക്കുന്ന ഒരു അനുഭവം മാത്രമേ ഉള്ളൂ. കേരളത്തിൽ ഒരവകാശവുമില്ല. വൈദ്യുതി നിർമ്മിക്കാൻ പോലുള്ള അവകാശം നമുക്കില്ല. അതും തമിഴ്നാടാണ്. തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോയി, ടണൽ വഴി വെള്ളം കൊണ്ടുപോയി തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താനെ കൊണ്ട് ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഡാം ഭീഷണിയിലാണ് എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. അപ്പോൾ എനിക്ക് തന്നെ അറിയാം, ഞാൻ ഒരു 12 വർഷം മുമ്പ് ഞങ്ങളുടെ ഒരു വിദൂര ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൽ നിന്ന് പോലും ഞങ്ങൾ ഒരു സംഘടനയുടെ ലേബലിൽ 2 വണ്ടിയിൽ ആളവിടെ പോയി ചപ്പാത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിനെതിരെ ഏറ്റവും വലിയ സമരം നടന്നുകൊണ്ടിരുന്നത്. അവിടെ ചെന്ന് സമര പന്തലിൽ ഞങ്ങൾ ഒരു ദിവസം മൊത്തം ചിലവഴിച്ച് അനുഭവം രേഖപ്പെടുത്തിയിട്ട് പോകുന്നു. അപ്പോൾ അവരന്ന് ഞങ്ങളോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഡാം പൊട്ടിയാൽ ഈ ചപ്പാത്ത് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ മുകളിലൂടെ 100 അടിയിലധികം ഉയരത്തിലൂടെ വെള്ളം പോകുന്നു. അപ്പോൾ അങ്ങനെ വലിയൊരു ജലബോംബ്, ഒരു പൊട്ടൻഷ്യൽ ഡേഞ്ചറായിട്ട് ഇത് അവശേഷിക്കുകയാണ്. ഡാം പൊട്ടരുതെന്നാണ് നമ്മുടെ എല്ലാ ആഗ്രഹം. പക്ഷേ ഇതൊരു ഒരു 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 ഡേഞ്ചറായിട്ട്, ഒരു ഡെമോക്രസിൻ്റെ വാൾ പോലെ ആയിരക്കണക്കിന് ആളുകളുടെ മുകളിൽ നിൽക്കുകയാണ്. ഇത് പരിഹരിച്ചു കൊടുക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. ഇത് കേരള സംസ്ഥാനം തമിഴ്നാട് സംസ്ഥാനവും തമ്മിലുള്ള ഒരു കരാറല്ലായിരുന്നു. നേരത്തെ തിരുവിതാംകൂറും അതുപോലെ തന്നെ മദ്രാസ് പ്രോവിൻസും തമ്മിലുള്ള ഒരു കരാറാണ്. പക്ഷേ അതിനുശേഷം കാലം മാറി, തിരുവിതാംകൂർ മാറി കേരള സംസ്ഥാനമായി.
അതുപോലെ തന്നെ മദ്രാസ് പ്രൊവിൻസ് മാറിയിട്ട് തമിഴ്നാടായി. അങ്ങനെ നമ്മുടെ അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഈ തിരുവിതാംകൂറും മദ്രാസും തമ്മിലുള്ള കരാറ് കേരളവും തമിഴ്നാടും തമ്മിലുള്ള കരാറായിട്ട് പുതുക്കി കൊടുത്തു. പക്ഷേ ഈ സമയത്ത് പോലും ഈ ഡാമിൻ്റെ സുരക്ഷിതത്വം അതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച വന്നിട്ടില്ല. പക്ഷേ ഇതിനൊരു പ്രായോഗികമായ സൊല്യൂഷൻ കണ്ടെത്താൻ കൊണ്ട് വളരെ പ്രയാസമാണ്. സുപ്രീം കോടതി ഇടപെട്ടിട്ടും സുപ്രീം കോടതി പറഞ്ഞ 2 സംസ്ഥാനങ്ങൾ ചേർന്ന് അതിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ്. കേന്ദ്ര ഗവൺമെൻറ്റും പിന്മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും കേരള സംസ്ഥാനം മുൻകൈയിട്ട് ഇറങ്ങിയെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവൂ. കാര്യം നഷ്ടപ്പെടാൻ കേരളത്തിന് മാത്രമേ ഉള്ളൂ, തമിഴ്നാട്ടിലൊന്നും നഷ്ടപ്പെടാനില്ല. തമിഴ്നാടിൻ്റെ 6 ജില്ലകളിലേക്ക് ജലം വളരെ സുലഭമായി കിട്ടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർക്കത് അല്ലാതെ മറ്റൊരു ഭീഷണി അവർക്കില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ 5 ജില്ലകൾ പരിപൂർണമായിട്ട് നശിച്ചു പോകാൻ സാധ്യതയുള്ളൊരു സംഭവമാണിത്. ഇതിൻ്റെ ആഘാത പഠനമൊക്കെ നല്ല വിദഗ്ധന്മാർ പഠിച്ചിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ശരി തന്നെ ഡാം ഇനി മാറ്റി പണിയണമെങ്കിൽ തന്നെ 10-15 വർഷം എടുക്കും. അപ്പോൾ അതിനിടയ്ക്ക് വേണമെങ്കിൽ അപകടം ഉണ്ടാവാമല്ലോ. അപ്പോൾ അതൊന്നുമല്ല എൻ്റെ പരിഹാരം. ഇതിന് പരിഹാരമായിട്ട് മറ്റ് കാര്യങ്ങൾ പലതുമുണ്ട്. ഒരു 100 അടിയിൽ ഉയർത്തി വെള്ളം വെച്ചിട്ട് പിന്നെ തമിഴ്നാട്ടിലേക്ക് മുഴുവൻ വെള്ളവും കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം ചെയ്തു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് വിദഗ്ധ അഭിപ്രായം. നമുക്കറിയാം, നമ്മൾ ഈ നദി പേറിയിട്ട് ഒരു കാര്യമില്ല. ഈ നദി വേണമെങ്കിൽ അവർക്കും കൊടുത്തേരെ, നമുക്ക് വേണ്ട, കേരളത്തിന് വേണ്ട. അപ്പോൾ ഇത് ചിലപ്പോൾ നമ്മളൊരു തമാശയായിട്ട് വിചാരിക്കും, ഒരു നദി അങ്ങ് കൊടുക്കാൻ പറഞ്ഞാൽ. നദി വേണമെങ്കിൽ അതിൻ്റെ ദിശ മാറ്റി ഒഴുക്കി കൊണ്ടുപോകാം. അങ്ങനെയുള്ള സംഭവങ്ങൾ ലോകത്തിലുണ്ടായിട്ടുണ്ട്. ചിക്കാഗോ നദി നമ്മുടെ ഈ നദിയേക്കാളും ഒരുപാട് വലിയ നദിയാണ്. ആ നദിയുടെ ദിശ മാറ്റി വേറൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈജിപ്തിലെ നൈൽ നദി പരിപൂർണമായിട്ട് മാറ്റിയിട്ടില്ലെങ്കിൽ ശരി തന്നെ അതിൻ്റെ ആ ഒരു നീരൊഴുക്ക് ഭാഗികമായിട്ട് മറ്റൊരു ഭാഗത്തേക്ക് തിരിച്ചുവിട്ടിട്ടുണ്ട്. ഡാമുമില്ല, ഒന്നുമില്ല, മറ്റൊരു ഭാഗത്തേക്ക് തിരിച്ചുവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈനയിൽ തെക്ക് ഭാഗത്ത് ധാരാളം വെള്ളമുണ്ട്, നദികളുണ്ട്. വടക്ക് ഭാഗത്ത് ജലം കുറവാണ്. അതുകൊണ്ട് 1-2 നദികൾ അവർ വടക്ക് ഭാഗത്തേക്ക് ദിശ മാറ്റി കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നദി തമിഴ്നാടൻ കൊണ്ടുപോയിക്കോട്ടെ, ഒരു ഇതിൻ്റെ ഗതി മാറ്റി ദിശ മാറ്റി ഒരു 10-20 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ തമിഴ്നാടിൻ്റെ ബോർഡറായിട്ട്. അവർ കൊണ്ടുപോയി അവരെന്ത് വേണമെങ്കിലും ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി അണ കെട്ടുമോ, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയോ, ജലവിതരണം നടത്തുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. അതൊരു നമ്മളൊരു തമാശ എന്ന് വിചാരിച്ചാൽ പോലും പ്രായോഗികമായിട്ടുള്ളൊരു സംഭവമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് പകരം ടണൽ നിർമ്മിക്കുക എന്നുള്ളതാണ് വിദഗ്ധന്മാരുടെ അഭിപ്രായം. അപ്പോൾ അങ്ങനെ ഈ ജലം മുഴുവൻ ഒരു 100 അടിക്ക് മുകളിൽ വരുന്ന ജലം മുഴുവൻ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ ഡാമിനി മാറ്റി സ്ഥാപിക്കാനും പറ്റില്ല. അതുപോലെ തന്നെ വേറെ ഡാം നിർമ്മിക്കണമെങ്കിൽ തന്നെ ഡാമിനകത്ത് നിർമ്മിക്കാൻ പറ്റത്തില്ല, പുറത്ത് മാത്രമേ നിർമ്മിക്കാൻ പറ്റൂ. അവിടെ നല്ല ഒരുപാട് ചരിഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അതിന് താഴെ ഒരു ഡാം നിർമ്മിക്കണമെങ്കിൽ ഇവിടുത്തെ 150 അടി ഉയരമുള്ള ഈ ഡാം, 160 അടി ഉയരമുള്ള ഈ ഡാം, അതിന് പകരം വേറെ ഡാം താഴെ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞൊരു 300 അടി ഉയരത്തിലുള്ള ഒരു ഡാം നിർമ്മിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അതൊന്നും അതുകൊണ്ട് പ്രായോഗികമല്ല. ഇതിനൊരു പ്രായോഗികമായ സൊല്യൂഷൻ കണ്ടെത്തണം. പ്രായോഗികമായ സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ ഈ 100 അടിയിലേക്ക് വെള്ളം വരുമ്പോൾ തേക്കടിയിലെ ടൂറിസം മൊത്തവും നശിച്ചു പോകും. തേക്കടിയിൽ നമ്മൾ ഈ ബോട്ടിൽ പോകുന്നത് ഈ മുല്ലപ്പെരിയാറിൻ്റെ ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയിലാണത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളാണ് ഇതിനകത്ത് അടിയൊഴുക്കുകൾ എന്ന് പറയുന്നത്. ഇത് മാറ്റി ഇതെല്ലാം പരിഹരിച്ചിട്ട് ശരിക്കും ഈ കേരളത്തിലെ ഒരു 4-5 ജില്ലകളിലുള്ള ആളുകളുടെ ആശങ്ക പരിഹരിച്ചു കൊടുക്കണം. വലിയ പ്രശ്നമല്ലേ അത്? അവർക്ക് എപ്പോഴും ഒരു ജലബോംബ് പോലെ അവരുടെ തലയ്ക്ക് മുകളിൽ ഈ സംഭവം നിൽക്കുമ്പോൾ അവർക്കൊരാശങ്കയല്ലേ? ആ ആശങ്കയിൽ നമ്മൾ പങ്കുചേരണം. ഇത് തമിഴ്നാട് ഒരു കാരണവശാലും ഇതിന് മുൻകൈയിട്ട് ഇറങ്ങത്തില്ല. അതുപോലെ കേരള ഗവൺമെൻറ്റാണ് ഇതിന് മുൻകൈയിട്ട് ഇറങ്ങേണ്ടത്. 2011 ചില ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ കേരളത്തിലെ വാഹനങ്ങൾ കേരളക്കാരെ എല്ലാം തമിഴ്നാട്ടിൽ ഉപദ്രവിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് കാര്യങ്ങൾ വന്നു. അന്ന് തമിഴ്നാട്ടിൻ്റെ മുഖ്യമന്ത്രി ജയലളിത ആയിരുന്നു എന്നാണ് തോന്നുന്നത്. ജയലളിത എന്ന് പറയുണ്ടായി കേരളത്തിലെ പല രാഷ്ട്രീയക്കാരുടെയും ബിനാമി ഇടപാടുകൾ തമിഴ്നാട്ടിലുണ്ട്, അതവർ വെളിപ്പെടുത്തുമെന്ന് വരെ പറഞ്ഞു. എന്തായാലും ശരി തന്നെ, പിന്നീട് ഗവൺമെൻറ് ഭാഗത്ത് യാതൊരു വിഷയവും വന്നിട്ടില്ല.
നമുക്കറിയാം, നമുക്ക് 20 എം പിമാരുണ്ട്. ഈ 20 എം പിമാർ പാർലമെൻറ്റിൽ ഒന്നിച്ച് ഇതിനായി ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. അല്ലെങ്കിൽ അവർ ഒന്നിച്ചൊരു റെപ്രസെൻറ്റേഷൻ കേന്ദ്ര ഗവൺമെൻറ് നൽകിയിട്ടില്ല. കേരള ഗവൺമെൻറ് തോക്കാൻ വേണ്ടി മാത്രം കുറേ കേസുകൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. കോടതി മുമ്പാകെ ഈ പ്രശ്നം വരുമ്പോൾ കോടതിക്ക് ഇത് അപകടമാണെന്ന് അറിഞ്ഞാൽ പോലും കോടതിക്ക് മുമ്പിൽ വരുമ്പോൾ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വിഷയമാണ്. അതിനകത്ത് കൃത്യമായ ഡോക്യുമെൻസും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ കോടതിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു അമിക്കബിൾ സൊല്യൂഷൻ എന്ന് പറയാൻ രണ്ടു കൂട്ടർക്കും സ്വീകാര്യമായ ഒരു പരിഹാരം കണ്ടെത്താനേ കഴിയത്തുള്ളൂ. എന്തായാലും ശരി തന്നെ, കേന്ദ്രം തരുമെന്നോ ഇടപെടുമെന്നോ അല്ലെങ്കിൽ സുപ്രീം കോടതി ഇടപെടുമെന്നോ ഒന്നും വിചാരിക്കേണ്ട. തമിഴ്നാടിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചെറുവിരൽ പോലും നമുക്ക് അനുകൂലമായിട്ട് ചലിക്കത്തില്ല. തീർച്ചയായിട്ടും കേരള ഗവൺമെൻറ് തന്നെ ഇതിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തണം. ഈ ഡാം പൊട്ടുന്നത് വരെ കാത്തിരിക്കാതെ, വലിയൊരു കാഷ്വാലിറ്റി ഉണ്ടാകുന്നത് വരെ കാത്തിരിക്കാതെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കിയെടുക്കേണ്ടത് അനിവാര്യമാണ്.